വോട്ട് കൊള്ളയ്ക്കെതിരായ ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് അധികാർ യാത്ര നാളെ സമാപിക്കും. ബീഹാറിലെ പട്നയിൽ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കുന്ന പദയാത്രയോടുകൂടിയാണ് സമാപനം. ബീഹാറിൽ നിന്ന് അബ്ദുൾ റഷീദുണ്ട്. റഷീദ്, വോട്ട് കൊള്ളയ്ക്കെതിരെ തുടർ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം, അല്ലേ? വിജി, ബീഹാറിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ സമ്മതിദാന അവകാശം നിഷേധിച്ചുകൊണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിനെതിരെ ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ചിട്ടുള്ള വോട്ടർ അധികാർ യാത്ര നാളെ സമാപിക്കുകയാണ്. ബീഹാറിലെ പട്നയിൽ ഈ പദയാത്രയോട് കൂടിയാണ് ഈ സമാപന സമ്മേളനം നടക്കുക. രാവിലെ 11 മണിയോടുകൂടി ഗാന്ധി മൈതാനിയിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഈ സമാപന സമ്മേളനത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഗാന്ധി മൈതാനിയിൽ നിന്നും അംബേദ്കർ പാർക്കിലേക്ക് പദയാത്ര നടത്തിക്കൊണ്ട് പൊതുസമ്മേളനത്തിനോട് കൂടിയായിരിക്കും ഈ വോട്ടറാധികാർ യാത്ര സമാപനം കുറിക്കുക. ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ നേതാക്കളും ഈ യാത്രയുടെ ഭാഗമായി അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ബീഹാറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലയിൽ എത്തുകയും ഈ പ്രതിഷേധ റാലികളിലൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ ബീഹാറിനെയും അതോടൊപ്പം രാജ്യത്തെ തന്നെയും ഇളക്കിമറിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിനാണ് ഇന്ത്യ മുന്നണി തുടക്കം കുറിച്ചിരുന്നത്. കഴിഞ്ഞ 25 മണ്ഡലങ്ങളിലൂടെയും അതോടൊപ്പം 16 ദിവസങ്ങളിലായി കടന്നു പോയിട്ടുള്ള ഈ യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ബീഹാറിലെ വിവിധ മേഖലകളിൽ നിന്നും ലഭ്യമായിരുന്നത്. കോൺഗ്രസിന്റെയും RJDയുടെയും ഒക്കെ വോട്ട് കൊള്ളയ്ക്കെതിരായ ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടർ അധികാർ യാത്ര നാളെ സമാപിക്കും. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് ബീഹാറിൽ നിന്ന് പങ്കുവച്ചത്.